പൈസ വാങ്ങി അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഈ വിഷ്വൽസ് ഫുള്ള് പ്രൈവറ്റ് വിഷ്വൽസ് ഫുള്ള് അയച്ചു കൊടുത്ത യുവതി നിങ്ങളെ കണ്ണിൽ കുറ്റക്കാരിയല്ല. പൈസ കൊടുത്ത് ഇത് ഒത്തുതീർപ്പാക്കിയ അഭിനേതാവിന്റെ മാനേജർമാരോ നിങ്ങളെ കണ്ണിൽ കുറ്റക്കാരിയല്ല. ഇതിനൊക്കെ പിടിച്ചു നിർത്തിയിട്ട് ഇന്നോട് നിക്കടാന്ന് പറഞ്ഞിട്ട് അത് ഞാൻ പറഞ്ഞില്ലേ, ഞാനും ചെറിയ കുട്ടിയൊന്നല്ല. പക്ഷെ എന്റെ നിസ്സഹായത ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ ഈ ഇറങ്ങാൻ പോണ സിനിമയിൽ അന്വേഷണം വരിക, ഈ ലൊക്കേഷൻക്ക് സാധനങ്ങൾ വരിക. അങ്ങനെ പെണ്ണ് കേസിന് മധ്യസ്ഥത വഹിച്ചതിന് ന്യായീകരണവുമായി ഹനാൻഷ രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഉള്ളത് പറയാലോ, ഇവന്റെ ന്യായീകരണം കണ്ട സമയത്ത് എനിക്ക് ചിരിയാണ് വന്നത്. ഇവനെന്താ മണ്ടനാണെന്ന് പോലും ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി എന്നുള്ളതാണ്. അമ്മാതിരി കാര്യങ്ങളാണ് ഇവനെ വിളിച്ചു പറയുന്നത്. നമുക്ക് എന്തായാലും എന്തൊക്കെയാണ് ഇവന് പറയാനുള്ളത് എന്നുള്ളതൊന്ന് കേട്ടു നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് സംഭവം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ചെറിയൊരു വിശദീകരണം തരാം. സംഭവം മറ്റൊന്നുമല്ല, സിനിമാ നടനായിട്ടുള്ള ആന്റണി പെപ്പയുടെ കയ്യിൽ നിന്നും ഹണി ട്രാപ്പ് വഴി ഒരു യുവതിയും എന്റെ കാസറ്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറും കൂടി 25 ലക്ഷം രൂപ തട്ടിയിട്ടുണ്ടായിരുന്നു. 2 ദിവസം മുമ്പെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. എന്തായാലും ഈ 25 ലക്ഷം രൂപ തട്ടിയ സംഭവത്തിൽ മധ്യസ്ഥനായി നിന്നത് ആരാണെന്ന് അറിയോ? ഈ പറയുന്ന ഹനാൻഷയാണ്. ഈ പറയുന്ന ഹനാൻഷയും ആന്റണി പെപ്പയും കൂടി കാട്ടാൾ എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഹണി ട്രാപ്പും സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അന്നേരമാണ് ഹനാൻഷ ഈ സംഭവത്തിൽ മധ്യസ്ഥത വഹിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ 2 ദിവസമായിട്ട് ഹനാൻഷ എയറിലാണ് അല്ലേ. ഈ എന്റെ കാസറ്റ് എന്ന് പറയുന്നവനെ ദുബായിൽ വെച്ച് പോലീസ് പൊക്കിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചതാണ്. ഇനി നമുക്ക് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഹനാൻഷയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് കണ്ടോക്കാം. ആഘോഷാക്കിയത് ഒരിക്കലും പൈസ വാങ്ങി അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന അറഫിയ പൈസ വാങ്ങി അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഈ വിഷ്വൽസ് ഫുള്ള് പ്രൈവറ്റ് വിഷ്വൽസ് ഫുള്ള് അയച്ചു കൊടുത്ത യുവതി നിങ്ങളെ കണ്ണിൽ കുറ്റക്കാരിയല്ല. പൈസ കൊടുത്ത് ഇത് ഒത്തുതീർപ്പാക്കിയ അഭിനേതാവിന്റെ മാനേജർമാരോ നിങ്ങളെ കണ്ണിൽ കുറ്റക്കാരിയല്ല. ഇതിനൊക്കെ പിടിച്ചു നിർത്തിയിട്ട് ഇന്നോട് നിക്കടാന്ന് പറഞ്ഞിട്ട് അത് ഞാൻ പറഞ്ഞില്ല, ഞാനും ചെറിയ കുട്ടിയൊന്നല്ല. പക്ഷെ എന്റെ നിസ്സഹായത ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ ഈ ഇറങ്ങാൻ പോണ സിനിമയിൽ അന്വേഷണം വരിക, ഈ ലൊക്കേഷൻക്ക് സാധനങ്ങൾ വരിക. ഇവിടെ അവരാരും കുറ്റക്കാരാണെന്ന് ആരും പറഞ്ഞിട്ടില്ല ഹനാനെ. ഈ പൈസ കൊടുത്ത് ഒത്തുതീർപ്പാക്കാൻ നോക്കിയവരും ഇവിടെ പൈസ വാങ്ങിയവരും ഒക്കെ കുറ്റക്കാരാണ്. അതിന്റെ കൂട്ടത്തിൽ ഇതിന് മധ്യസ്ഥത വഹിച്ചത് നീയും കുറ്റക്കാരനാണ്. അത്രയോ ആൾക്കാരോട് പറയുന്നുള്ളൂ. അല്ലാതെ അവരെല്ലാരും പുണ്യാളന്മാരാക്കി വെച്ചിട്ട് നിന്നെ മാത്രം ആരും കുറ്റപ്പെടുത്തുന്നില്ല. അവരെ കുറ്റപ്പെടുത്തുന്നതിന്റെ കൂട്ടത്തിൽ നിന്നെയും കൂടി കുറ്റപ്പെടുത്തുന്നു. നിന്നെ ഒരു പക്ഷേ കൂടുതൽ കുറ്റപ്പെടുത്തുന്നുണ്ടാകാം, അത് മറ്റൊന്നും കൊണ്ടല്ല. ബാക്കിയുള്ള എല്ലാവരും ഫ്രോഡുകളാണെന്നുള്ള കാര്യം ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഇവിടെ പെപ്പയുടെ കയ്യിൽ നിന്ന് പണം നട്ടാൻ കൂട്ടി നിന്ന് എന്റെ കാസറ്റ് ആണെന്നുണ്ടെങ്കിൽ അവനൊരു പണ്ടേ ഫ്രോഡാണെന്നുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല. പിന്നെ ആന്റണി പെപ്പയുടെ കാര്യം പറയാനാണെങ്കിൽ അയാൾ ഒരു സിനിമാ നടനാണ്. സിനിമാ സെറ്റിൽ ഇതൊക്കെ സർവ്വസാധാരണയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇഷ്ടംപോലെ പെണ്ണ് കേസ് നടക്കുന്ന ഫീൽഡാണ് ഈ പറഞ്ഞ സിനിമാ ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിലുള്ള ഒരു നടന് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി ഹണി ട്രാപ്പിൽ പെടുത്താൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷെ നിന്റെ കാര്യം അങ്ങനെയല്ല ഹനാനെ. നീ ഇങ്ങനെ ഒരു സംഭവത്തിൽ കൂട്ടി നിൽക്കുമെന്നുള്ളത് ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അങ്ങനെയുള്ള നീ ഇതിൽ ഇൻവോൾവ് ആയപ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതം തോന്നിപ്പോയി. അതുകൊണ്ടാണ് ആളുകൾ നിന്നെ കൂടുതലായിട്ട് ക്രൂശിക്കുന്നത്, വേറൊന്നും കൊണ്ടല്ല. നിനക്കൊക്കെ ഇതിന് വല്ല ആവശ്യം ഉണ്ടായിരുന്നു? നിനക്ക് നിന്റെ പണി നോക്കി പോയാൽ പോരായിരുന്നു? എന്തിനായിരുന്നു ഇതൊക്കെ എടുത്ത് തലയെ വെക്കാൻ നിന്നത്? എന്തായാലും നീ ബാക്കി പറ. നിങ്ങൾ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കണം. വെച്ചാൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് സിനിമ സെറ്റിൽ പോകുന്ന ആൾക്കാർ എത്രത്തോളം അടിത്തത്തിലാണ് ഉണ്ടാവുക. വലിയ അഭിനേതാക്കൾ അങ്ങനെ ട്രീറ്റ് ചെയ്ത് നല്ല പറഞ്ഞോ. വലിയ അഭിനേതാക്കളും പ്രൊഡക്ഷൻസ് എത്ര ഈ സിനിമയിൽ മുകളിലുണ്ടാവും. ഇതിന്റെ ഫോളോവേഴ്സ് അതിലൊന്നും കൗണ്ട്. ഞാൻ പോകുന്ന എക്സ്പീരിയൻസ് ആണ് ഈ സിനിമയിൽ കൗണ്ട്. അപ്പോൾ എന്നോട് ഒരു ആൾക്കാർ കാര്യം ഒന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രൊഡക്ഷന്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ അഭിനേതാവിന്റെ സൈഡിൽ നിന്ന് ഒരു റിക്വസ്റ്റ് പോലെ ഒന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ചോദിക്കുമ്പോഴേക്കും നീ മധ്യസ്ഥത വഹിച്ചു കൊടുത്തില്ലേ? വളരെ നല്ലത് മോനെ. നീ സിനിമാ സെറ്റിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആണെന്ന് കരുതി സിനിമാ സെറ്റിലുള്ള ആൾക്കാർ വന്ന് ഒരു സഹായം ചോദിക്കുമ്പോഴേക്കും അങ്ങനെ ചെയ്തു കൊടുക്കണം. പ്രത്യേകിച്ച് ഇമാതിരി കാര്യത്തിനൊക്കെ. നാളെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം പുറത്തു വരാണെങ്കിൽ ഇത് കറങ്ങി തിരിഞ്ഞ് നിന്റെ തലയിൽ വരുന്നു ചിന്തിക്കാനുള്ള ബുദ്ധിമുട്ട് നിനക്കില്ലേ? അല്ല, അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. മനുഷ്യന്മാരെ കുറച്ചെങ്കിലും ഒരു കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. എന്തായാലും നീ ബാക്കി പറ. കരിയർ ആഗ്രഹിച്ച് സിനിമയിലേക്ക് വന്ന ആളോ അല്ലെങ്കിൽ സിനിമയിൽ എന്തെങ്കിലും ആയി തീരണമെന്ന് ഒരുപാട് വർഷത്തെ ആഗ്രഹിച്ച് അഭിനയമോഹമായിട്ട് നടക്കുന്ന ആളൊന്നല്ല. ഞാൻ കംപ്ലീറ്റ്ലി ഷെരീഫ് ഖാൻ പറഞ്ഞ ഒരു വ്യക്തി എന്നോട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ഒരു ബ്രദറിനെ പോലെ കാണുന്ന മനുഷ്യനാണ് ഷെരീഫ് ഖാൻ പറഞ്ഞ വ്യക്തി. അപ്പോൾ ഷെരീഫ് ഖാൻ പറഞ്ഞ വ്യക്തി റിക്വസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ ബ്ലഡിലുള്ള സ്വഭാവമാണ്. ചില ആൾക്കാർ എന്നോട് ഓരോ കാര്യങ്ങൾ റിക്വസ്റ്റ് ചെയ്യും, എനിക്ക് നോ പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ബാസിലോടായാലും ചെക്കന്മാരോട് എല്ലാവരും പറഞ്ഞു എനിക്ക് എടുത്താൽ പൊന്തുന്ന ഒരു പരിപാടിയാണ് ഞാൻ തലവെച്ചെന്നല്ല. ഞാൻ ഓക്കെ പറഞ്ഞത് എനിക്ക് അല്ലെങ്കിൽ അഭിനയം അറിയില്ല, അഭിനയം മോഹമല്ല, പാഷനേറ്റ് ആയിട്ടുള്ള ആക്ടർ ആവണം എന്നുള്ള സംഭവം അല്ല. അപ്പോൾ ചെക്കന്മാർ പറഞ്ഞു ഇപ്പോൾ എങ്ങനെ ചെയ്യാം, എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ 100 കൂട്ട ടെൻഷൻ എനിക്ക് അഭിനയിക്കാൻ പറ്റാതെ ആ ടെൻഷനുകളുടെ എല്ലാം കൂട്ടത്തിൽ നീ ഹണി ട്രാപ്പിന്റെ ടെൻഷനും കൂടി എടുത്ത് തലയിൽ വെച്ച് അതുകൊണ്ട് ഇപ്പൊ എന്തായി? നീ നാരങ്ങ പണ്ടാറടിക്കും. എന്തായാലും നീ ഇപ്പൊ തൊട്ടു മുമ്പ് പറഞ്ഞല്ലോ, ഒരാൾ എന്നോട് ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് നോ പറയാൻ പറ്റാത്തതിന് പ്രശ്നമുണ്ടെന്നുള്ളത്. അതാണ് നിന്നെ ഇപ്പൊ ഇത്രയും കുഴി കൊണ്ടേ ചെന്ന് ചാടിച്ചത്. മറ്റുള്ളവരെ പോലെയുള്ള ഹനാനെ നിന്റെ കാര്യം. നീ ഒരു പബ്ലിക് ഫിഗർ ആണ്. നിന്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു ഫോൾട്ട് ഉണ്ടായാൽ പോലും നാളെ അത് പൊതുസമൂഹം ചർച്ച ചെയ്യും. അത്രയും പബ്ലിക് ഫിഗർ ഉള്ള അത്രയും പബ്ലിക് ഇമേജ് ഉള്ള ഒരു വ്യക്തിയാണ് നീ. അങ്ങനെയല്ല, നീ നോ പറയേണ്ടടുത്ത് നോ പറയുക തന്നെ വേണം. ഒരു പബ്ലിക് ഫിഗറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടുത്ത് എന്താണെന്ന് അറിയോ? ഇമേജ് കോൺഷ്യസ് ആവുക എന്നുള്ളതാണ്. നമ്മുടെ ഇമേജിനെ ബാധിക്കണ ഒന്നിലേക്ക് നമ്മൾ പോവാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ അനാന്റെ കാര്യത്തിൽ സംഭവിച്ച നേരെ തിരിച്ചാണ്. നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞില്ല, തല വെക്കാൻ പാടില്ലാത്തടത്ത് കൊണ്ടുപോയി തല വെച്ച് കൊടുക്കുകയും ചെയ്തു. അതന്നെ സംഭവം. എന്തായാലും ഇതിൽ നിന്നും അനാൻ ഒരുപാട് ഉൾക്കൊണ്ടല്ലോ. നോ പറയേണ്ടടുത്ത് നോ പറയാൻ പഠിച്ചല്ലോ. അതാണ്
ചില അനുഭവങ്ങളാണ് നമുക്ക് ചില പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. അത്രേ ഉള്ളൂ. എന്തായാലും ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഹനാൻ ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ പറയുന്ന ആന്റണി പെപ്പയിൽ നിന്നും പണം തട്ടിയ യുവതി ഈ കാട്ടാളൻ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയത്ത് ആന്റണി പെപ്പയോടൊപ്പം സിനിമാ സെറ്റിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരുപാട് ആളുകൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ഈ പറയുന്ന ഹനാൻ ഷെയും പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം എല്ലാം ഭയങ്കര ഫ്രണ്ട്ഷിപ്പോടെയാണ് ഈ യുവതി സംസാരിച്ചത്. അങ്ങനെ ഈ സെറ്റിലുള്ള ആളുകളെല്ലാം പരിചയപ്പെട്ട് യുവതി പോയി. അതിനുശേഷം ആന്റണി പെപ്പ എന്ത് ചെയ്തെന്ന് അറിയോ? ആ സൗഹൃദം നല്ലോണം അങ്ങോട്ട് കൊണ്ടുപോയി. ഇവര് തമ്മിൽ ഡെയിലി കോൺടാക്ട് ആയി. സെറ്റിൽ നടക്കുന്ന പല കാര്യങ്ങളും ഈ യുവതിയോട് ആന്റണി പെപ്പെ പറയാൻ തുടങ്ങി. എന്തിനു പറയുന്നു? സിനിമാ സെറ്റിൽ ക്ലൈമാക്സിന് ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ആ ക്ലൈമാക്സ് രംഗം പോലും ഈ ചങ്ങായി ഫോണിൽ ഷൂട്ട് ചെയ്ത് ഈ പെണ്ണിനെ അയച്ചു കൊടുത്തു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ യുവതി അവളുടെ തനി സ്വരൂപം കാണിക്കാൻ തുടങ്ങിയത്. ഇവള് പണം ആവശ്യപ്പെടാൻ തുടങ്ങി. അതും ഈ എന്റെ കാസറ്റ് എന്ന് പറഞ്ഞ ഇൻഫ്ലുവൻസർ വഴിയാണ് കേട്ടോ പണം ആവശ്യപ്പെട്ടത്. അത് ആദ്യം തരാൻ തയ്യാറാകാതിരുന്നപ്പോ ഈ പറഞ്ഞ എന്റെ കാസറ്റ് എന്ത് ചെയ്തു? ആ സിനിമാ സെറ്റിൽ നിന്നും ആന്റണി പെപ്പെ യുവതിക്ക് അയച്ചു കൊടുത്ത ക്ലിപ്പുകൾ പലതും പുറത്തു വിടുമെന്നായി അടുത്ത ഭീഷണി. അതിന്റെ ഭാഗമായി തലങ്ങും വിലങ്ങുമായി ചില ക്ലിപ്പുകൾ എന്റെ കാസറ്റ് പുറത്തു വിടുകയും ചെയ്തു. അതോടെ സിനിമാ സെറ്റിലുള്ള ആളുകൾക്ക് മുഴുവനും പേടിയായി. കാരണം സിനിമയുടെ ക്ലൈമാക്സ് ദൃശ്യങ്ങളാണ് ഈ പറഞ്ഞ പെപ്പെ ആ പെണ്ണിന് അയച്ചു കൊടുത്തത്. സ്വാഭാവികമായിട്ടും അത് ലീക്കാക്കി കഴിഞ്ഞാണെങ്കിൽ അത് പിന്നെ സിനിമയുടെ ഭാവിയും കൂടി ബാധിക്കും. അപ്പൊ അങ്ങനെ ഒരു അവസരത്തിലാണ് കാര്യങ്ങൾ ഇടപെട്ട് സംസാരിക്കാൻ വേണ്ടി സിനിമയുടെ ആൾക്കാർ അനാൻഷയുടെ സഹായം തേടുന്നത്. അന്നേരം അനാൻഷ എന്ന വീട് മാറുന്ന തിരക്കിൽ എന്തോ ആയിരുന്നു. എന്തായാലും അതിനെ കുറിച്ച് അനാൻഷ പറയുന്നു കേട്ടോക്കാം. ഇങ്ങനെ ഞാൻ വാടകയ്ക്ക് സാധനം മാറ്റുന്ന ദിവസം ഗുഡ്സ് സാധനങ്ങൾ ഇറക്കില്ല. ഞങ്ങൾ കുറച്ച് മുമ്പ് ഒരു കോണി സാധനങ്ങൾ ഞങ്ങൾ ഒരു ജീപ്പിൽ കൊണ്ടുപോയി പള്ളി കൊണ്ടുപോയി ഇറക്കുന്ന വീഡിയോ എല്ലാവരും കണ്ടു. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ വീട്ടിൽ സാധനങ്ങൾ വാടകയ്ക്ക് മാറ്റുന്ന സമയത്താണ് എനിക്ക് ഒരു രാവിലെ ഒരു 10-12 ഇടയിൽ ഫസ്റ്റ് കോൾ വരുന്നത്. അതായത് എൻ്റെ കാസറ്റ് എന്ന് പറയുന്ന വ്യക്തി ഈ യുവതിൻ്റെയും അതുപോലെ തന്നെ ഈ സിനിമയിലെ പ്രധാന മുഖ്യ നടനായിട്ടുള്ള വ്യക്തിൻ്റെയും ചാറ്റുകൾ, അതായത് ഇവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ചാറ്റുകൾ പുറത്തിട്ടിട്ട് എന്താണ് കാട്ടാളൻ്റെ ലൊക്കേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു സാധനം ആദ്യം സ്റ്റോറി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾ വീട്ടിൽ സാധനം നടക്കുന്നത് ഇതിൻ്റെ തിരക്കിലാണ്. അങ്ങനെ ആദ്യത്തെ സാധനം വന്നപ്പോൾ വലിയ ഒച്ചമൂടി ബഹളങ്ങളൊന്നുമില്ല. കാരണം അതൊരു പേഴ്സണൽ സംഭവമാണ്. ഈ നടനും അതുപോലെ തന്നെ ഈ ഒരു സുഹൃത്തും തമ്മിലുള്ള സംഭാഷണങ്ങളാണ് പുറത്തു പോകുന്നത്. അപ്പം എന്തായാലും ഈ സ്ത്രീ ഈ സംഭാഷണങ്ങൾ എൻ്റെ കാസറ്റ് എന്നുള്ള വ്യക്തിക്ക് കൊടുത്തത് കൊണ്ടാണ് ഇത് പുറത്തു പോകുന്നത്. എന്തായാലും നടൻ കൊടുത്തിട്ടില്ല, ഈ അഭിനേതാവ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റത്തത് പുറത്തു പോയി. രണ്ടാമത് വന്നപ്പോൾ എനിക്ക് ഈ അഭിനേതാവിൻ്റെ കോൾ വന്നു. അതായത് എടാ ആദ്യം ഇതിൽ ഫോളോ ചെയ്യുന്നത് കാണുന്നത് തന്നെയാണ്, ഈ ഒന്ന് സംസാരിച്ച് അത് റിമൂവ് ചെയ്യാൻ പറയണം. അതാണ് ആദ്യത്തെ റിക്വസ്റ്റ്. അതായത് അഭിനേതാവിനോട് പറയണമെങ്കിൽ ഇതൊന്ന് റിമൂവ് ചെയ്യാൻ പറയണം. അപ്പോൾ ഇതിൻ്റെ അവസ്ഥകൾ ചിന്തിച്ച് നോക്കണം. ഇതിൻ്റെ നിസ്സഹായാവസ്ഥ പറഞ്ഞു. പിന്നെ ഒരുപാട് ആൾക്കാർ പറയുണ്ടാവും എനിക്കിതിൽ ആലോചിക്കാനോ ചിന്തിക്കാനോ ഒക്കെ പറയുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ഈ സിനിമയിൽ ബിഗിനറാണ്. അതായത് ജൂനിയർ ആർട്ടിസ്റ്റുകളെ പോലെയാണ് ഞാൻ ഈ സിനിമയിലുള്ളത്. ഏറ്റവും ചെറിയ തട്ടിലുള്ളതാണ്. അപ്പോൾ ഈ സിനിമയുടെ പ്രൊഡക്ഷൻ്റെ ആൾക്കാർ അല്ലെങ്കിൽ ഇതിൻ്റെ മുഖ്യധാര നടന്മാരും ഇതിൻ്റെ മാനേജർമാരും സിനിമയുടെ PR കാര്യങ്ങൾ നോക്കുന്ന ഏജൻസികളും സംഭവങ്ങളൊക്കെ വന്നിട്ട് നമ്മളോട് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ ഇതിൻ്റെ തലയിൽ സകല പ്രശ്നം വരികയാണ്. അപ്പോൾ ഇതിൽ വേറെ കാരണം വേറെ ആൾ നിൽക്കാനുള്ള കാരണം ഞാൻ പറയുന്നത്. അങ്ങനെ എന്നോട് റിക്വസ്റ്റ് ചെയ്തു. ഞാൻ അതുപോലെ തന്നെ എൻ്റെ കാസറ്റ് മെസ്സേജ് ബ്രോ ഇതൊന്ന് റിമൂവ് ചെയ്യോ, ഇത് ഒരു പ്രൈവറ്റ് സംഭവങ്ങൾ ഇതൊന്ന് റിമൂവ് ചെയ്യോ. അപ്പോൾ പറഞ്ഞു ഇത് മാത്രമല്ല. എൻ്റെ കാസറ്റ് പറഞ്ഞു ഇത് മാത്രമാണെന്ന് വിചാരിക്കുന്നത് നിങ്ങൾക്ക് തെറ്റി, ഇതിലധികമുള്ള സാധനങ്ങൾ ഇനിയും വരാൻ പോവുകയാണ്, നിങ്ങളുടെ ലൊക്കേഷനിൽ നമ്മുടെ സംഭവങ്ങളടക്കം വരാൻ പോകണം. അപ്പോൾ അങ്ങനെ പിന്നീടുള്ള സ്റ്റോറിയിൽ വരുന്നത്, എൻ്റെ കാസറ്റിൻ്റെ സ്റ്റോറിയിൽ വരുന്നത് ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ലൊക്കേഷനിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എന്താണ് കാട്ടാളൻ്റെ സെറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചോദ്യം വന്നു. അപ്പോൾ എന്തായി, മൊത്തത്തിൽ ഇത് സിനിമയെ ബാധിക്കുകയാണ്. അതായത് ഒരാളും ഒരു യുവതിയും തമ്മിലുള്ള ഒരു പ്രശ്നം, അത് അവർക്ക് എന്തെങ്കിലും തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അവരത് നിയമപരമായിട്ട് നേരിടണമായിരുന്നു. അതായത് ഈ നടന് യുവതിയായിട്ടോ യുവതിക്ക് നടനായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇത് നിയമപരമായിട്ട് പോലീസിലേക്ക് അതിന് ആദ്യം നീക്കേണ്ടിയിരുന്നത്. അല്ലാതെ ഒരു ടീം പൈസ കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു ടീം വാങ്ങാനോ അല്ലെങ്കിൽ പൈസ കൊടുക്കാത്ത പക്ഷം ഒരു ടീമിന്റെ പ്രൈവറ്റ് ചാറ്റുകളും ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ എൻ്റെ കാസറ്റ് പറഞ്ഞ അക്കൗണ്ടിലൂടെ അയച്ചു കൊടുത്തിട്ട് അത് ഇങ്ങനെ ഡീപ്പിക്കല്ല ചെയ്യേണ്ടിരുന്നതാണ് എനിക്ക് പറയുന്നത്. അതൊക്കെ ശരി തന്നെയാണ്. നീ പറയുന്ന പോലെ ആ പെണ്ണ് നിയമപരമായി നീങ്ങിക്കഴിഞ്ഞാണെങ്കിൽ അവൾക്ക് ആന്റണി പെപ്പയുടെ കയ്യിൽ നിന്ന് ചിക്കിളി തടയൂലല്ലോ. അവളുടെ ആവശ്യം എന്താണ്? പെപ്പയുടെ കയ്യിൽ നിന്ന് ക്യാഷ് തട്ടണം. അവൾ അതിനൊരുങ്ങി തന്നെയാണ് അവൾ വന്നത്. അല്ലാതെ അവൾക്ക് നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ അവൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താണ്? ഇവള് പറയുന്ന പോലെ ആന്റണി പെപ്പ ഇവളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവള് നേരെ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്. നേരെ എന്തിനാണ് എൻ്റെ കാസറ്റുമായി ബന്ധപ്പെട്ടിട്ട് അവൾക്ക് വേണ്ട ചാറ്റും സ്ക്രീൻഷോട്ടും വീഡിയോസ് ഒക്കെ അയച്ചു കൊടുക്കുന്നത്? അതിൽ നിന്ന് തന്നെ അവളുടെ ഇന്റൻഷൻ ക്ലിയർ ആണല്ലോ, വ്യക്തമാണല്ലോ. അവൾക്ക് പണം തട്ടണം, അതിനു വേണ്ടി ഒരുങ്ങി കൂട്ടി തന്നെയാണ് അവൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയത്. അല്ലാതെ അവൾക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഈ മണ്ടൻ പെപ്പയാണെങ്കിൽ അതിന് നിന്ന് കൊടുക്കുകയും ചെയ്തു. അല്ല ഈ പെപ്പനോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് എന്ത് മണ്ടനാണ് ഇഷ്ടം? ഒരാളുമായി കമ്പനി ആകുമ്പോഴേക്കും അവർക്ക് സകല സംഭവങ്ങളൊക്കെ അയച്ചു കൊടുക്കാണ്. പ്രത്യേകിച്ച് സിനിമയുടെ ക്ലൈമാക്സ് രംഗങ്ങളൊക്കെ അയച്ചു കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അതൊക്കെ പ്രൊഫഷണൽ എത്തിക്സ് എതിരായിട്ടുള്ള കാര്യമില്ല. അല്ലെങ്കിൽ പെപ്പയ്ക്ക് ചിന്തിച്ചൂടെ, നാളെ ഈ പെണ്ണുമായി ബന്ധപ്പെട്ട് എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ താൻ അയച്ചു കൊടുത്തതൊക്കെ ആ പെണ്ണ് ലീക്ക് ചെയ്യുന്നുള്ളത്, അത് ചിന്തിക്കാനുള്ള ബുദ്ധിയും ബോധ്യം പോലും ഇവനില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഇവിടെ ഏറ്റവും വലിയ മണ്ടൻ എന്ന് പറയുന്നത് ആന്റണി പെപ്പയാണ്. അതിൽ തൊട്ട് താഴെയുള്ള മണ്ടനാണ് ഈ പറയുന്ന ഹനാൻഷ എന്ന് പറയുന്നത്. എല്ലാം ഒന്നിനൊന്നും മെച്ചം, ബാക്കി പറഞ്ഞാലും. ഇങ്ങനെ ഞാൻ ആദ്യം റിക്വസ്റ്റ് ചെയ്തു, അതിൽ വന്ന് റിമൂവ് ചെയ്യില്ല. ഇത് മാത്രമല്ല, ഈ കേസ് മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിദ്ധാരണയാണ്. അപ്പോൾ എനിക്ക് സംഭവങ്ങളൊന്നും അറിയില്ല, ഈ നടൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളോ ഈ പെണ്ണിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളോ. ഞാൻ ആദ്യം കണ്ടത് ഫ്രണ്ട്സ് ആയിട്ട് തിരിച്ച് നിൽക്കുന്ന ഒരു ഫ്രെയിമിൽ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെ ക്യൂബ്സ് കാര്യങ്ങളിലേക്ക് വന്നു. അപ്പോൾ ക്യൂബ്സ് എനിക്ക് പ്രൊഡക്ഷൻ്റെ സൈഡിൽ നിന്ന് കോൾ വന്നത് എന്താണ് സംഭവം, എന്താണ് നമ്മളെക്കുറിച്ച് പറയുന്നത്. അപ്പം ഇവരും പറയുന്നത് ഒരേ റീസൺ ആണ്, ഈ വ്യക്തി ഫോളോ ചെയ്യുന്ന ഒരേ ഒരാൾ ഞാനാണ്. ഇവരാരും മെസ്സേജ് അയച്ചിട്ട്, അതായത് ഈ നടൻ മെസ്സേജ് അയച്ചിട്ട് ഈ എൻ്റെ കാസറ്റ് റിപ്ലൈ കൊടുക്കുന്നില്ല, ഈ നടൻ്റെ മാനേജർ മെസ്സേജ് അയച്ചിട്ട് എൻ്റെ കാസറ്റ് റിപ്ലൈ കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ക്യൂബ്സിൻ്റെ സൈഡിൽ നിന്ന് പ്രൊഡക്ഷൻ്റെ സൈഡിൽ നിന്ന് മെസ്സേജ് നോക്കിയിട്ട് എന്താണ് പ്രോ സംഭവം. ക്യൂബ്സ് ഇതിൽ സമ്പൂർണ്ണ നിരവധികളാണ്. എന്താണ് സെറ്റിൽ നടക്കുന്ന, സെറ്റിൽ ഇപ്പോൾ എല്ലാവരും ഒന്നും നടക്കുന്ന സെറ്റിൽ നടക്കുന്ന ആരും കാണില്ല. അപ്പോൾ എന്താണ് സെറ്റിൽ നടക്കുന്ന പ്രശ്നം അറിയാതെ എല്ലാവരും ഡൗട്ടായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പം ഈ വ്യക്തി ആകെ റിപ്ലൈ തരുന്നത് ഇതിന്റെ മെസ്സേജിന് മാത്രമാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഒന്നാമത് എവിടെയുള്ളത് സെറ്റിലല്ല, ലൊക്കേഷനിലല്ല. അപ്പോൾ ലൊക്കേഷനിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ, ഒരു സെറ്റിൽമെന്റ് പോലത്തെ സംഭവം നടക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കുന്ന സംഭാഷണം അല്ലെങ്കിൽ എനിക്ക് വരുന്ന ഫോൺ കോൾസ്, ഇവർ പൈസ തന്നെ പറഞ്ഞ കാര്യങ്ങൾ, ഇത് മൊത്തം എന്താവും ഈ ടീമിന്, ഇപ്പോൾ പ്രൊഡക്ഷൻ ടീമിന് വീഡിയോ എടുക്കുക, നടന്ന മാനേജറിന് വീഡിയോ എടുക്കുക, ഇവർക്കൊക്കെ ചെയ്യാൻ പറ്റും. ഇവരത് ചെയ്യുന്നില്ല. അപ്പോൾ ഇവരത് ചെയ്യുന്നില്ല എന്നല്ല, ഇവരുള്ള സ്ഥലത്തല്ല ഞാനുള്ളത്, ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. അങ്ങനെ ഫസ്റ്റ് വരുന്നത് ഞാൻ ഇരുവശനം പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് വരുന്ന പ്രശ്നം എന്താ വെച്ചാൽ ഈ യുവതി പീഡിപ്പിക്കപ്പെട്ടെന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇരയായി എന്നുള്ളൊരു സംഭവമല്ല ഞാൻ കേൾക്കുന്നത്. ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ ഇങ്ങനത്തെ ഫ്രെയിമിൽ ഞാൻ ഇവരെ കാണുന്നത്. ഞാൻ കേൾക്കുന്ന കേസ് എന്താ വെച്ചാൽ, എൻ്റെ കേസ് അക്കിമിനോട് പറഞ്ഞ കേസ് എന്താ വെച്ചാൽ, പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. വിവാഹ വാഗ്ദാനം കൊടുത്തിട്ട് പറ്റിച്ചൊക്കെയാണ്. അതായത് ഈ നടൻ വിവാഹ വാഗ്ദാനം കൊടുത്ത് പറ്റിച്ചൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെന്തായാലും ഒരു പ്രായശ്ചിത്തം വേണം. ഈ പറ്റിക്കപ്പെട്ടൊരു പ്രായശ്ചിത്തം വേണം. കാരണം ഒരുപാട് ജീവിതം ആഗ്രഹിച്ചു ഇയാളുടെ കൂടെ. അങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല, ഈ യുവതി ഓൾറെഡി വിവാഹിതനായിട്ട് ഭാര്യയുടെ കൂടെ കുടുംബത്തിന്റെ കൂടെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ ഫോട്ടോസ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, കൺസിസ്റ്റന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നടന്റെ അടുത്ത് എന്ത് വിവാഹ വാഗ്ദാനം അവർക്ക് കിട്ടിയത്, അതിന്റെ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ യുവതി അത് വിശ്വസിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. ഇതിലിപ്പോൾ എന്ത് മനസ്സിലാക്കാനിരിക്കുന്നു? അവള് പെപ്പേന്റെ കൂടെയുള്ള വിവാഹ ജീവിതം ഒന്നുമല്ല ആഗ്രഹിക്കുന്നത്. അവളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെപ്പയുടെ കയ്യിൽ നിന്ന് നല്ല ക്യാഷ് തട്ടണം. അതിനുവേണ്ടി അവൾ കളിച്ച കളികളാണ് ഇതെല്ലാം. എനിക്കിവിടെ തോന്നുന്നത് ഏറ്റവും വലിയ ബ്രില്യൻ ഗെയിമർ എന്ന് പറയുന്നത് അവളാണ്. കാരണങ്ങളൊന്നും നോക്കി അവളെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി അവൾ എന്റെ കാസറ്റിനെ കരുവാക്കി. അവനെ വെച്ചുകൊണ്ട് അവള് പെപ്പയുടെ കയ്യിൽ നിന്നും 25 ലക്ഷം രൂപ തട്ടി. അങ്ങനെ തട്ടിയതിന് പിന്നാലെ എന്റെ കാസറ്റും ഈ പറയുന്ന പെണ്ണ് തമ്മിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. അതോടെ ഈ പെണ്ണ് എന്ത് ചെയ്തെന്ന് അറിയോ? ഡോക്ടർ ഡ്രേക്ക് എന്ന് പറയുന്ന മറ്റൊരു ഇൻഫ്ലുവൻസറിന്റെ അടുത്ത് പോയി കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് അവന് സംഭവത്തിന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു. അവൻ എന്ത് ചെയ്തു? ഈ എന്റെ കാസറ്റിനെ പിടിച്ച് എക്സ്പോസ് ചെയ്തു. ഈ കാര്യങ്ങളൊക്കെ പുറലോകത്തോട് ഒന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ സംഭവം പുറലോകം അറിയുന്നത്. അതോടെ എന്റെ കാസറ്റ് എക്സ്പോസ്ഡ് ആയി. അവനിപ്പോ ദുബായ് പോലീസ് പൊക്കുകയും ചെയ്തു. ഈ സംഭവത്തിൽ മധ്യസ്ഥനായി നിന്ന ഹനാനെ നീ ആരായി? അപ്പോ എയർലുമായി. പെപ്പേക്കാണെങ്കിലോ ധനനഷ്ടവും സംഭവിച്ചു. ഇവിടെ ഒരു നഷ്ടവും സംഭവിക്കാത്തത് ആർക്കാണ്? ആ പെണ്ണിന് മാത്രമാണ്. അവളാണ് ഇവിടുത്തെ യഥാർത്ഥ ഗെയിമർ എന്ന് പറയുന്നത്. അവിടെ തല വെച്ച് നമ്മൾ കളിച്ച് നിങ്ങൾ എല്ലാവരും കൂടെ മൂഞ്ചിപ്പിച്ച് വിടുകയും ചെയ്തു. അല്ലെ, നിങ്ങൾ അതിന് നിന്ന് കൊടുത്തിട്ടാണ്, അത് വേറെ കാര്യം. ബാക്കി പറഞ്ഞാലും അപ്പോൾ അങ്ങനത്തെ ഒരു വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഈ യുവതി ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വിവാഹ വാഗ്ദാനം നൽകിയ ഡാറ്റ, വിവാഹ വാഗ്ദാനം കൊടുത്ത ഡാറ്റ, അതൊക്കെ എല്ലാത്തിനും ഒരു ഡാറ്റ ഉണ്ടാവില്ല, പറഞ്ഞ കോൾസ് ഉണ്ടാവും. ഇപ്പോൾ ഇനി പോൾക്ക് കോൾസ് എടുക്കാൻ പറ്റുമെങ്കിൽ സൈബർ സെൽ എടുത്ത് തരും. അപ്പം ഈ ഡാറ്റ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സബ്മിറ്റ് ചെയ്തിട്ട് ഈ യുവതി എന്ത് ചെയ്യേണ്ടി വരും? നേരെ പോലീസിൽ പോയിട്ട് എന്നെ വിവാഹ വാഗ്ദാനം നൽകിയിട്ട് ഇന്നൊരു നടന് ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് വലിച്ചിട്ടുണ്ട്, എന്നെ നിയമപരമായിട്ട് സഹായിക്കണം, ഈ കേസിൽ സാർ തീർപ്പാക്കണം, അല്ലെങ്കിൽ പോലീസ് സാറോട് റിക്വസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിയമപരമായിട്ട് നേരിടാൻ വേണ്ടിയിരുന്നത്. അതിലുപരി ഈ യുവതി ചെയ്ത കാര്യം എന്താ വെച്ചാൽ, ആദ്യം പ്രൈവറ്റ് ആയിട്ടുള്ള ചാറ്റുകൾ, കാര്യങ്ങൾ ഇവർ തമ്മിലുള്ള വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനെ പുറത്തുകൊണ്ടിരുന്നു. അപ്പോൾ ചാറ്റ് പോകുമ്പോൾ ആദ്യത്തൊന്ന് പോയി, രണ്ടാമത്തൊന്ന് പോയി, മൂന്നാമത്തതും പോയി, നാലാമത്തെ വന്നിട്ട് എങ്ങോട്ടായി? സിനിമയിലെ, അതായത് ഈ സിനിമ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മുടെ സിനിമയിലെ തന്നെ ആക്ടർ ഇങ്ങനെ അയച്ചു കൊടുത്തിട്ടുള്ള ഓരോ രംഗങ്ങളുണ്ട്. അതായത് വെറുതെ ഇങ്ങനെ സ്നാപ്പ് പോലെ അങ്ങനത്തെ സംഭവം പോലെ എത്തണം. പക്ഷേ ഇതൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ട് പുള്ളി വെച്ചിട്ടുണ്ട്. ഈ സംഭവം അതായത് സിനിമയിലെ മെയിനായിട്ട് വരുന്ന ക്ലൈമാക്സിൽ ഒരാൾ മരിച്ചു കിടക്കുന്ന സിനിമ ഇപ്പോൾ എന്തോ ആയിക്കോട്ടെ, പക്ഷേ എന്നാലും ഇറങ്ങാത്തൊരു സിനിമത്തെ ദൃശ്യങ്ങൾ ലീക്ക് ആവുന്നത് ആ പ്രൊഡ്യൂസറിന് എത്രത്തോളം സങ്കടമുള്ള ഒരു കാര്യം. കാരണം അയാൾ ഓൾറെഡി 25-35 കോടിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആളാണ്. അപ്പം ഒരു തെറ്റും ചെയ്യാതെ ഈ ഇറങ്ങാൻ പോകുന്ന സിനിമത്തെ വിഷ്വൽസ് ഇങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ക്യൂബ്സ് ഇതിലേക്ക് ഇൻവോൾവ് ആവുന്നത്. ആ ഒരു സമയത്താണ്. കാരണം മെയിൻ ക്ലൈമാക്സിൽ ഒരു വിഷ്വൽ വന്നു, ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുള്ള സീനുണ്ട്, അറസ്റ്റ് ചെയ്ത് കൊണ്ടുള്ള സീൻ മോർച്ചറിത്തെ വിഷ്വൽ വന്നു, ഓരോന്ന് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഇവർ ഇന്റൻഷൻ നമുക്ക് മനസ്സിലാവില്ല. അതിൽ ഡിലീറ്റ് ആക്കാൻ പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു എന്റെ കാസറ്റ് എന്നുള്ള വ്യക്തി പറഞ്ഞു. ഇതിലൊക്കെ ഇനിയിപ്പോൾ എന്തോന്ന് ഇന്റൻഷൻ മനസ്സിലാക്കാനിടയിൽ ഇത്രയൊക്കെ ഇവർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇന്റൻഷൻ മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എന്താ പൊട്ടന്മാരാണോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. അവർ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ലീക്കാക്കി തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിന്തിച്ചാൽ പോരെ അവരുടെ ആവശ്യം പണം തട്ടലാണെന്നുള്ളത്. അതിലിനിപ്പോൾ എന്തോന്ന് മനസ്സിലാക്കാനാണ്? എന്തായാലും ഇവർ തുടക്കത്തിൽ ആവശ്യപ്പെട്ടത് 50 ലക്ഷം രൂപയ്ക്കാണ് കേട്ടോ. അത് പിന്നീട് വില പേശാണ് 25 ലക്ഷം രൂപയിലേക്ക് എത്തിയത്. എന്തായാലും ഹനാനെ പറയുന്ന ബാക്കിയുടെ കേട്ടോ. എന്താ പോലെ യൂസ് ചെയ്ത ടേം എന്ന് എനിക്കറിയില്ല. ഇവർ ആവശ്യപ്പെടുന്നത്, ഈ യുവതി ആവശ്യപ്പെടുന്നത് ഇതിന് ഇത്ര എമൗണ്ട്, അതായത് 25 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ, ആദ്യം പറഞ്ഞത് വലിയ എമൗണ്ട് ആയിരുന്നു, ആ എമൗണ്ട് കൊടുക്കാൻ റെഡി അല്ലാത്തതുകൊണ്ട് പിന്നെ കുറപ്പിക്കാൻ പറ്റുന്ന പിന്നോട് ചോദിച്ചത് ഈ നടന്റെ മാനേജർമാരാണ്. അത് നിങ്ങൾ ഓർക്കണം. അതായത് ആദ്യം പറഞ്ഞു ഇതിലിപ്പോ എന്തോന്ന് ഓർത്തെക്കാനാണ്. അങ്ങനെ അവർ പറയുമ്പോഴേക്കും നീ അതിനു വേണ്ടി തയ്യാറായല്ലോ. നിന്റെ യോഗാണെന്ന് കൂട്ടിയാൽ മതി. എന്നാൽ എത്ര സിമ്പിൾ ആയിട്ടാണല്ലേ അവൾ 50 ലക്ഷം രൂപയ്ക്ക് ചോദിക്കുന്നത്. കൊള്ളാം. എന്തായാലും ബാക്കി പറഞ്ഞാലും എന്തായാലും റെഡി അല്ല. ഇങ്ങനെ എമൗണ്ട് കിട്ടിയാൽ ഞങ്ങൾ എന്ത് ചെയ്യുക? കേസ് പിൻവലിക്കാം, ഈ സിനിമയിലെ ദൃശ്യങ്ങൾ ഞങ്ങൾ റിമൂവ് ചെയ്യുക, ഞങ്ങൾ ഈ പ്രൈവറ്റ് ചാറ്റുകൾ റിമൂവ് ചെയ്യുക, ഈ കാര്യങ്ങൾ മൊത്തം ഈ പൈസ തന്നാൽ ഞങ്ങൾ സെറ്റിൽ ആവാന്നുള്ളത് എന്റെ കാസറ്റും ഈ യുവതി പറയണം. അതായത് എന്നോട് യുവതി അല്ല എന്ന് പറയുന്നത്, യുവതിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നത്. കാരണം യുവതി ഈ കംപ്ലൈൻസും കാര്യങ്ങളായിട്ട് പോയിട്ടുള്ളത് സ്ക്രീൻഷോട്ട് ഫുൾ അയച്ചിട്ടുള്ളത് എന്റെ കാസറ്റ് എന്നുള്ള വ്യക്തിക്കാണ്. അപ്പോൾ യുവതിന്റെ സൈഡ് ഫുൾ എന്നോട് വന്ന് സംസാരിക്കുന്നത് എന്റെ കാസറ്റ് എന്നുള്ള വ്യക്തിയാണ്. അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇത് ഫുള്ള് തന്നാൽ, പൈസ ആയിട്ട് തന്നാൽ നമ്മൾ കംപ്ലൈന്റിന് പോകില്ല, നമുക്ക് ആരോപിച്ചതിന് കംപ്ലൈന്റ് ഇല്ല, നമുക്ക് വിവാഹ വാഗ്ദാനം നൽകിയതിന് കംപ്ലൈന്റ് ഇല്ല, നമുക്ക് ബാക്കി എന്ത് നടന്നു അതിനൊന്നും കംപ്ലൈന്റ് ഇല്ല, ഞങ്ങൾക്ക് പൈസ കിട്ടിയാൽ മതി. പൈസ കിട്ടിയാൽ ഞങ്ങൾ കംപ്ലൈന്റുകൾ പിൻവലിക്കാം. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനത്തെ ആരോപണങ്ങൾ സത്യമാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ നടൻ, ഈ നടൻ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി, ഈ ഒരു സ്ത്രീ എങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇത് സ്വീകരിക്കേണ്ട രീതി എന്താണ്? നിയമപരമായിട്ട് നേരിടുകയാണ്. അല്ലാതെ എനിക്ക് ഇത്രയും പൈസ തന്നാൽ 25 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്ര പൈസ തന്നെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ കേസിൽ പോലും അപ്പോൾ തന്നെ ഇപ്പം കൃത്യം വ്യക്തമാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എന്താണ് യുവതിയും എന്റെ കാസറ്റ് ഉദ്ദേശിച്ചതും, ഇത് എന്തൊക്കെ നടന്നതുകൊണ്ടായിരിക്കും ഈ നടൻ ഈ സംഭവം ഒത്തുതീർപ്പാക്കാൻ വേണ്ടി 25 ലക്ഷം സ്പോട്ടിൽ, അതായത് അന്നേ ദിവസം തന്നെ കൊടുത്ത് ഒത്തുതീർപ്പാക്കി എന്നുള്ളതും ഇപ്പോൾ ഒരു ക്ലാരിറ്റി.
ഇതൊക്കെ നമുക്ക് പണ്ടേ ക്ലാരിറ്റി വന്ന കാര്യമാണ്. ഈ സംഭവം കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇത് വ്യക്തമായിട്ടുള്ള ഹണി ട്രാപ്പ് ആണെന്നുള്ളത്. നിനക്ക് ഇപ്പോഴാണ് അതിന് ക്ലാരിറ്റി വരുന്നത്. ഇതൊക്കെ കേട്ടപ്പോഴേ നമുക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ നീയായിട്ട് ഇതിനൊരു ക്ലാരിറ്റി വരുത്തേണ്ട ആവശ്യമില്ല ഹനാനെ. ഞങ്ങൾക്ക് സംഭവം മുമ്പേ ക്ലാരിറ്റി ഉള്ള കാര്യം തന്നെയാണ്. ഇവിടെ ക്ലാരിറ്റി വരേണ്ട ഒരു കാര്യം നിന്റെ മധ്യസ്ഥതയുടെ കാര്യത്തിലാണ്. നീ ഈ മധ്യസ്ഥത വഹിച്ചതിന് നീ പണം തട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നീ നിന്റെ പൊട്ടബുദ്ധിനെ കൊണ്ട് നിന്ന് കൊടുത്തതാണ്, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ളൂ. അല്ലാതെ പെണ്ണിന്റെ ഇന്റൻഷൻ എന്തായിരുന്നു എന്നുള്ള കാര്യം ഇവിടെ കാണിച്ചില്ല. അത് എല്ലാവർക്കും അറിയാം ഹണി ട്രാപ്പ് ആണെന്നുള്ളത്. എന്തായാലും നീ ബാക്കി പറ. ഇത് വരുന്ന ആരോപണങ്ങളാണ്. ഞാൻ ഹവാല ഏജന്റ്. ഞാൻ ഇതിന്റെ എല്ലാ വണ്ടികളാണെങ്കിലും ഇതിന്റെ ഫേംസ് ആണ് കൃത്യമായ ഡാറ്റയോട് കൂടി ഞാൻ EMI അടച്ചു പോകുന്ന ആളാണ്. ഇതിന്റെ എല്ലാ വണ്ടികൾക്കും, അതായത് ഇതിന്റെ അക്കൗണ്ട് ത്രൂ ഇതിന്റെ ട്രാൻസാക്ഷൻസ് ഫുൾ നടക്കുന്നത്, GST അടച്ചു പോകുന്ന ആളാണ്, ITR ഫയൽ ചെയ്ത് പോകുന്നതാണ്. ഓക്കെ, അങ്ങനെയൊക്കെ നീ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. പിന്നെ ഇവിടെ നിന്നെ എല്ലാവരും ഹവാല ഇടപാട് നടത്തിയിട്ടുണ്ടെന്നൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ വിഷയത്തിൽ മധ്യസ്ഥനായി നിന്നത് നീയാണല്ലോ. ഈ 25 ലക്ഷം രൂപ പെപ്പയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് എന്റെ കാസറ്റിന് കൊണ്ടുപോയി കൊടുത്തത് നീയാണല്ലോ. ആ വിഷയത്തിൽ നിനക്ക് എന്തെങ്കിലും കമ്മീഷൻ കിട്ടിയിട്ടുണ്ടാവുമെന്ന് പലരും വിചാരിച്ചു. അതുകൊണ്ടാണ് ആൾക്കാർ അങ്ങനെ പറഞ്ഞത് നീ ഹവാല ഇടപാടുകാരനാണെന്നുള്ള രീതിയിൽ. പക്ഷെ അങ്ങനെ അല്ലാന്ന് ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞല്ലോ. അത്രേ ഉള്ളൂ. നീ ബാക്കി പറഞ്ഞാലും അതൊക്കെ ഓക്കെയാണ്. പക്ഷേ പൈസ തന്നാലും ഞങ്ങൾ സെറ്റിൽ ആവാൻ ഈ യുവതി ഹക്കീം പറഞ്ഞതോടെ, ഹക്കീമാണ് യുവതിയുടെ കാര്യം എന്നോട് പറഞ്ഞത്, ഹക്കീം പറഞ്ഞതോടെ എനിക്ക് മനസ്സിലായി സംഭവങ്ങൾ നമ്മൾ വിചാരിച്ച രീതിയിലല്ല എന്താവും. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ വിചാരിച്ച രീതിയിൽ എന്താവുന്നത് അതൊന്ന് പറഞ്ഞു തന്നാട്ടെ. നിങ്ങൾക്ക് എന്തൊന്നും ചിന്തിക്കാനുള്ള കോമൺ സെൻസ് ഇല്ല. അല്ല അറിയാത്തോണ്ട് ചോദിക്കാം. അല്ല നിങ്ങൾ പറഞ്ഞ മാതിരി നിങ്ങൾ വിചാരിച്ച പോലെ എൻ്റെ ആയില്ലെങ്കിലും ആ പണം തട്ടി പെണ്ണ് വിചാരിച്ച പോലെയൊക്കെ കാര്യങ്ങൾ എൻ്റെ ആയിട്ടുണ്ട്. അവളിപ്പോൾ സേഫ് ആണ്. എൻ്റെ അഭിപ്രായത്തിൽ അവളും കൂടി ഒന്ന് എക്സ്പോസർ ആവണം, എന്നാലേ കാര്യങ്ങളൊന്ന് പൂർണ്ണമാവത്തുള്ളൂ. അതെന്തായാലും മിക്കവാറും നടക്കാൻ പോണില്ല. എന്തായാലും അതിനിപ്പോൾ പെപ്പെ തന്നെ വിചാരിക്കണം. എന്തായാലും ബാക്കി കേട്ടോ. ഈ ഹക്കീം എന്നുള്ള വ്യക്തി, എൻ്റെ കാസറ്റ് എന്നുള്ള വ്യക്തി ഒരിക്കലും ഇവരായിട്ടോ ഈ പ്രൊഡക്ഷൻ ഹൗസായിട്ടോ പ്രൊഡക്ഷൻ ഹൗസിലെ മാനേജേഴ്സ് ആയിട്ടോ PR ടീമായിട്ടോ ഈ നടനായിട്ടോ നടന്ന മാനേജറായിട്ടോ സംസാരിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഇവർ റെക്കോർഡ് ചെയ്യും. എന്തൊക്കെയാണെങ്കിലും ഇതൊരു എക്സ്റ്റോർഷൻ എന്ന് പറഞ്ഞത്, അതായത് പൈസ തട്ടിക്കുന്ന സംഭവമാണ്. അപ്പം ഇവർ റെക്കോർഡ് ചെയ്യും. ഞാനാവുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ്, ഇവർക്ക് ഇന്നെ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യാൻ, ഇന്നെ വെച്ചിട്ട് കാര്യങ്ങൾ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്ക് റെക്കോർഡ് ചെയ്ത് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം ഇവർ തമ്മിൽ ഇത് വരുത്തി വെച്ചതൊക്കെ ഈ ഒരു യുവതി, ഈ ഒരു അഭിനേതാവും, ഈ കംപ്ലൈന്റ് പോയി പറഞ്ഞ ഹക്കീം, ഈ വ്യക്തികളൊക്കെ വരുത്തി വെക്കുന്നത്. ഇതിന്റെ ഇടയിൽ നിന്നിട്ട് റെക്കോർഡ് ചെയ്തിട്ട് ഇത് നാലാളെ കാണിക്കേണ്ട ഒരു സംഭവം അല്ലെന്നത് എനിക്ക് വ്യക്തമായി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതായിരുന്നു ഈ യുവതി ഹക്കീം ഇന്നതിൽ ഇടയിൽ നിർത്താനുള്ള കാരണമായിട്ട് ഞാൻ കാണും. അതെന്താ ഹാനാനെ, നിന്റെ ഫോണിന് റെക്കോർഡ് ആവൂലേ? നീ ഐഫോണൊക്കെ അല്ല ഉപയോഗിക്കുന്നത്, നിനക്ക് സ്വകാര്യം റെക്കോർഡ് ചെയ്യാൻ പറ്റും. നിനക്ക് എന്താ അത് റെക്കോർഡ് ചെയ്തുകൂടായിരുന്നു? എന്റെ അഭിപ്രായത്തിൽ നീ റെക്കോർഡ് ചെയ്യണമായിരുന്നു. എന്നിട്ട് ഈ അവസരത്തിൽ അതിന്റെ റെക്കോർഡെല്ലാം നീ പുറത്തു വിടണമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ നീ സേഫ് ആയേനെ. ഇവിടെ നീ റെക്കോർഡ് ചെയ്യുന്നതോ റെക്കോർഡ് ചെയ്യാത്തതും ഒന്നും അല്ല പ്രശ്നം. നിന്നിലുള്ള ട്രസ്റ്റ് ആണ്. നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്ക് പബ്ലിക്കിൽ ഒരു ക്ലീൻ ഇമേജ് ആണുള്ളത്. ബാക്കിയുള്ള ആളുകളുടെ കാര്യം അങ്ങനെയല്ല. അത് മനസ്സിലാക്കിയാണ് ഹക്കീം നിന്നെ മധ്യസ്ഥനായി മതി എന്ന് പറഞ്ഞത്. അല്ലാതെ നീ കോൾ റെക്കോർഡ് ചെയ്യാത്തവനായതുകൊണ്ടൊന്നുമല്ല. എങ്ങോട്ടോ മോനെ നീ ന്യായീകരിച്ച് പോകുന്നത്. ബാക്കി പറഞ്ഞതായി ഒരു പറയുന്നുണ്ട്. ബാക്കിയുള്ളവരാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ഹൗസിനോട് പറഞ്ഞു ഞങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാം, നമുക്ക് ഇനിയും കാര്യങ്ങൾ നമുക്ക് തീർപ്പാക്കാം. പക്ഷേ ഇടയിൽ നിൽക്കുന്നത് ഹന മാത്രമായിരിക്കും. ഓനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാനുള്ളൂ. എന്തൊരു സ്ഥലത്തോളം എനിക്ക് മനസ്സിലാവില്ല. കാരണം എന്താ വെച്ചാൽ ഇതിനാണ് എൻ്റെ മെയിൻ റീസൺ. ഞാൻ ഒന്നാമത് സെറ്റിൽ ഇല്ല. ഈ കാര്യങ്ങൾ ഫോൺ കോൾസ് വരുമ്പോൾ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ വീട് പണിയിലും കാര്യത്തിലാണ് എനിക്ക് റെക്കോർഡ് തേങ്ങ. ഇവനിതെന്തൊക്കെയായി പറയുന്നത്? ബാക്കി പറഞ്ഞതായി പൈസ കൊടുക്കാതിരിക്കും തോറും ഈ സ്ത്രീ ഇങ്ങനെ സ്ക്രീൻഷോട്ട് അയച്ചുകൊണ്ടിരിക്കുന്നത്. അത് എന്തെങ്കിലും സ്ത്രീ ചെയ്യാം? പൈസ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ? ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം ഒരാവശ്യം എന്താണ് അത് നേടിയെടുക്കണം. അതായത് പുതിയ സ്ക്രീൻഷോട്ട് കൊടുക്കുക. പൈസ കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അടുത്ത ചാറ്റ് വരും. പൈസ തരാൻ റെഡിയല്ല എന്ന് പറയുമ്പോൾ അടുത്ത ചാറ്റ് വരും. അപ്പം ഈ അഭിനേതാവ് നിർബന്ധിതനാക്കപ്പെടുകയാണ്. അതായത് സംഭവം ഞാൻ ഒപ്പം നിൽക്കല്ലോ. കാരണം ഇത് എന്തുകൊണ്ട് പൈസ കൊടുക്കുക, അത് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ പൈസ കൊടുക്കേണ്ട അവസ്ഥയ്ക്ക് പോകാൻ. അങ്ങനെ ഞാൻ ഇതിന് ഇറങ്ങാൻ നിന്നപ്പോൾ എന്നോട് ഈ ഹക്കീം പറഞ്ഞു എന്തായാലും ഇത് ഇതിന് ഇറങ്ങിയിട്ട് ഈ കേസ് നടക്കില്ല, വേറെ ആളെ വെച്ചിട്ട് ഹാൻഡിൽ ചെയ്യാൻ ഇത് സോൾവ് ആവില്ല. നിങ്ങൾ തന്നെ പോട്ടെ, ഞങ്ങൾ ഈ ഫോട്ടോസും വീഡിയോസും സെറ്റിലെ ലൊക്കേഷൻ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇടാൻ പോകാൻ പറഞ്ഞു. അപ്പോൾ ക്യൂബ്സിന്റെ സൈഡിൽ നിന്നാണെങ്കിലും പ്രൊഡ്യൂസർ സൈഡിൽ നിന്നാണെങ്കിലും മാനേജർ എന്നോട് പറഞ്ഞു ഇതൊന്ന് കഴിയുന്ന വരെ ഇതിലൊന്നും നിൽക്കുക. ഇത് പെട്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കഴിയുന്ന വരെ ഇതിലൊന്നും നിന്നിട്ടൊന്നും മേത്തുന്ന കഴിക്കുന്നത്. കാരണം സിനിമ, അതായത് ഈ അഭിനേതാവ് മാനേജർ പറഞ്ഞ കാര്യം അണ്ടിയും കൂടി നിങ്ങൾ പറഞ്ഞത് എടാ അണ്ടിയും കൂടി ആദ്യത്തെ സിനിമയാണ്. ഇത് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ലൊക്കേഷൻ ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇയും പെടും. ഇത് OTT പോകില്ല. ഈ സിനിമ ബാക്കിയുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല. കേസ് കൂട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് കേട്ടോ ഇവർ കേസ് അടക്കം യുവതി പിൻവലിക്കാന്ന് ഈ അതും പറഞ്ഞ് അവർ പേടിപ്പിച്ചപ്പോൾ നീ അതിന് നിന്ന് കൊടുത്തു അല്ലേ? ഇവിടെ ശരിക്കും പറഞ്ഞാൽ അവർ നിന്നെ മുതലാക്കായിരുന്നു ഹനാനെ. ഇത് പുറത്ത് വന്നു കഴിഞ്ഞാണെങ്കിൽ നിന്റെ സിനിമാ ഭാവി തൊലയെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ നിന്നെ പേടിപ്പിച്ചത് അല്ല ഹനാനെ? നിനക്കൊന്ന് ചിന്തിച്ചൂടെ? നീ തന്നെ തൊട്ട് മുമ്പ് പറഞ്ഞു നീ സിനിമാ കരിയറുമായി സ്വപ്നം കണ്ട് നടക്കുന്നവനല്ല എന്നുള്ളത്. നിനക്ക് സിനിമയിൽ അഭിനയിക്കാൻ പോലും താല്പര്യമില്ല. സിനിമയുടെ പ്രൊഡ്യൂസർ വിളിച്ചപ്പോൾ ആ ബന്ധത്തിന് പുറത്ത് നീ പോയി അഭിനയിച്ചു കൊടുത്തതാണ് കാട്ടാളൻ എന്ന സിനിമയിൽ എന്ന് പറയുന്നത്. നീ നിന്റെ ജീവിതത്തിൽ എടുത്ത ഏറ്റവും വേസ്റ്റ് തീരുമാനമാണ് അതെന്ന് ഞാൻ പറയൂ. ഒന്നാമത് ആ സിനിമയിൽ അഭിനയിച്ചത് കാരണം നിനക്ക് കണക്കിന് ട്രോളുകൾ കിട്ടി, നിനക്ക് ഡയലോഗ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പൊ രണ്ടാമത് ഇതാ നിനക്ക് ഹണി ട്രാപ്പിൽ മധ്യസ്ഥനായി നിൽക്കേണ്ടി വന്നു. എല്ലാം കൊണ്ടും നിനക്ക് കണ്ടകച്ചേരിയാണ് ആ സിനിമ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാണെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ പോലും താല്പര്യമില്ലാത്ത നിന്റെ സിനിമാ ഭാവി തൊലയും എന്ന് പറയുമ്പോൾ നീ എന്തിനാണ് അതിനൊക്കെ വീഴാൻ നിന്നത്? നിനക്ക് സിനിമയിൽ അഭിനയിച്ചിട്ടാണോ കുടുംബം പോറ്റാൻ? നല്ല രീതിയിൽ നീ പാട്ട് പാടി ലക്ഷങ്ങൾ സമ്പാദിക്കുന്നില്ലേ? യൂട്യൂബിൽ നിന്ന് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നില്ലേ? അതിന് അപ്പുറത്തേക്ക് നിനക്കിന് എന്തിനാണ് സിനിമാ ഭാവി? പോട്ട പുല്ല് എന്ന് പറഞ്ഞ് ഇറങ്ങി പോരണായിരുന്നു. പക്ഷെ നീ അത് ചെയ്തില്ല. അതിനുള്ളതാണ് നീ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രേ ഉള്ളൂ. എനിവേ, ഇനി ഈ വിഷയത്തിൽ ക്യാഷ് ട്രാൻസാക്ഷൻസ് എല്ലാം നടന്നത് ഈ പറയുന്ന അനാൻഷായുടെ ഫ്രണ്ട് ആയിട്ടുള്ള സവാദ് എന്ന് പറയുന്നവന്റെ അക്കൗണ്ട് ത്രൂ ആണ്. അതിനെ കുറിച്ചുകൂടി അനാൻഷ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും കേട്ടോക്കാം. പൈസ ചോദിച്ചവർക്ക് എടപ്പാൾ തന്നെ പൈസ അറേഞ്ച് ചെയ്യൽ മസ്റ്റ് ആയിരുന്നു. അങ്ങനെയാണ് എൻ്റെ സുഹൃത്തും നിരപരാധിയായിട്ടുള്ള വ്യക്തി ഇതിലേക്ക് വരുന്നത്. കൺക്ലൂഷൻ എത്തിട്ടോ. അതായത് പൈസ ചോദിച്ചപ്പം ഇവർ പറഞ്ഞു, ഈ അഭിനേതാവിൻ്റെ ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ എറണാകുളത്ത് അറേഞ്ച് ചെയ്യാം, എറണാകുളത്ത് അറേഞ്ച് ചെയ്യാൻ, കൊച്ചിയിൽ അറേഞ്ച് ഇവിടെ ഒന്ന് വാങ്ങുക അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഇവർക്ക് എടപ്പാൾ എന്നുള്ള സ്ഥലത്ത് തന്നെ ഈ പൈസ അറേഞ്ച് ചെയ്യണം, അല്ലാതെ വേറെ സ്ഥലത്ത് മാറിയിട്ട് അറേഞ്ച് ചെയ്യണം. കാരണം ഇത് എക്സ്റ്റോർഷൻ, അതായത് ഒരാളാക്കുമ്പോൾ ചിലപ്പോൾ അപ്പുറത്തുനിന്ന് പണി വരുമോ ഇപ്പുറത്തുനിന്ന് പണി വരുമോ, ഒരാൾ വേറെ സ്ഥലത്ത് പോയി മീറ്റ് ചെയ്യുമ്പോൾ അവിടുന്ന് പണി വരുന്ന ചിന്തകളും ബോധ്യങ്ങളും ഉണ്ടാവും. എടപ്പാൾ എന്നുള്ള സ്ഥലം പറഞ്ഞത്. അങ്ങനെ
അപ്പോൾ എടപ്പാളിൽ എത്തി കാര്യങ്ങൾ എടപ്പാളിലുള്ള ആരെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചാൽ മതി പൈസ എന്ന് പറഞ്ഞപ്പോൾ ഈ അഭിനേതാവിന്റെ മാനേജറിന്റെ ടീമിൽ നിന്ന് ആൾക്കാർ 10 ലക്ഷം രൂപയും കൊണ്ടിട്ട് അവർക്ക് 25 ലക്ഷം ക്യാഷ് ആയിട്ട് ഒപ്പിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ 10 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് ഒപ്പിക്കാൻ പറ്റി ഒരു നേരെ എടപ്പാളിൽ വരുന്നത്. ബാക്കിയുള്ള പൈസ ഓരോ ഈ അഭിനേതാവിന്റെ മാനേജർക്ക് ഇടപെട്ടിട്ട് ബാക്കിയുള്ള പൈസ ഈ അഭിനേതാവിന്റെ റെമ്യൂണറേഷൻ ഇന്ന അക്കൗണ്ടിലേക്ക് അയക്കണം എന്ന് പറഞ്ഞിട്ട് ഏക്ക് അയക്കാണ് ഇന്റെ കൂട്ടുകാരനായിട്ടുള്ള സവാദിന്റെ അക്കൗണ്ടിലേക്ക് അയക്കാണ്. ഈ കേസിൽ സമ്പൂർണ്ണ നിരപരാധിയും ഏറ്റവും പാവപ്പെട്ടതിൽ ഇതിൽ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്തിട്ട് സങ്കടാവസ്ഥയിലേക്ക് പോകുന്ന ഒരു വ്യക്തിയാണ് സവാദ് എന്നുള്ള വ്യക്തി. അതുപോലെ തന്നെ സുമേഷ് എന്ന് പറഞ്ഞ വ്യക്തി സുമേഷ് എന്ന് പറഞ്ഞ വ്യക്തി. രണ്ടാളോടും ഞാൻ സങ്കടത്തോടെ മാപ്പ് വയ്ക്കണം. കാരണം എനിക്കൊരു സഹായം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ മുന്നോട്ട് വരുന്നത്. കാരണം എന്താ വെച്ചാൽ എടപ്പാൾ പൈസ ഒപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ പ്രൊഡക്ഷൻ ഹൗസ് ടീമിനോട് ചോദിച്ചു, എടപ്പാൾ നിങ്ങൾക്ക് എന്തായാലും അറിയുന്ന ആൾക്കാരുണ്ടോ, നിങ്ങളൊക്കെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ അല്ലല്ലോ. അപ്പോൾ ഞാൻ 2-3 ആൾക്കാരോട് ചോദിച്ചു. ഇവർ കുറേ ചെക്ക് ചെയ്തു. അതുപോലെ തന്നെ അഭിനേതാവിനോട് ചോദിച്ചു, ഇങ്ങനെ നിങ്ങൾ അക്കൗണ്ട് ഒപ്പിച്ചു, നിങ്ങൾ ആൾക്കാർ നിങ്ങൾ അയച്ചോളി. അഭിനേതാവിന്റെ അക്കൗണ്ട് ഒപ്പിച്ചു. അഭിനേതാവ് കുറേ നോക്കി, മുമ്പ് ഉദ്ഘാടനത്തിന് പോയ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഇപ്പം 1-2 ഷോപ്പുകളുണ്ട്, അവിടെ ആൾക്കാർ പൈസ കൊടുക്കും. അപ്പോൾ ഇവരൊന്നും ഈ പൈസ ആരും റിസീവ് ചെയ്യാൻ റെഡിയല്ല. അപ്പോഴും ഞാനെന്ത് മനസ്സിലാക്കില്ല, ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കാതെ ഞാനൊരു ഇന്റെ മണ്ടത്തരം കൊണ്ട് അല്ല സത്യം ഇന്റെ മണ്ടത്തരം. അപ്പോൾ ഇവർക്ക് എന്തായാലും അക്കൗണ്ട് കാര്യങ്ങൾ തപ്പിട്ട് ഇവർക്ക് കിട്ടാൻ മനസ്സിലാവും. അപ്പോൾ എന്നോട് ഈ അഭിനേതാവിന്റെ മാനേജർ പറയാം, ഇജി മലപ്പുറത്തല്ല, ഇജി ആ ഭാഗത്തല്ല, എനിക്ക് അവിടെ അക്കൗണ്ട് കിട്ടാനുള്ള പണി, ഈ അക്കൗണ്ട് വേഗം ഒപ്പിക്കണം. അപ്പം അക്കൗണ്ട് ഒപ്പിക്കാതിരിക്കുമ്പോൾ ഈ യുവതി എന്ത് ചെയ്യാണ്, അടുത്ത സ്ക്രീൻഷോട്ട് ഈ ഹക്കീമുള്ള വ്യക്തിക്ക് അയച്ചു കൊടുക്കാൻ. പിന്നെ അടുത്തത് ഇതാണ് പൈസ ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓരോന്ന് ഇങ്ങനെ പോകണം. അപ്പോൾ കൊടുക്കാൻ അപ്പോൾ ഞങ്ങൾ കൊടുക്കാൻ റെഡിയാണല്ലോ, പിന്നെ എന്തൊണ്ടിരിക്കണം. അപ്പോൾ അവർ പറയുന്നത് നമ്മൾ ചിലപ്പോൾ തരാതെ പോയി കഴിഞ്ഞാൽ ഇതാവും. അപ്പോൾ എത്ര സമയത്തിലുള്ള എത്തണം പറഞ്ഞു. അപ്പം 10 ലക്ഷം ഓൾറെഡി ക്യാഷ് ആയിട്ട് പോകുന്നു ചെയ്തു. ബാക്കി 15 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ അയക്കാളും അത് അക്കൗണ്ടാണ്. അങ്ങനെ എന്നോട് പറഞ്ഞ് ചിലപ്പോൾ ആരെങ്കിലും ഉണ്ടോ നോക്ക്. അങ്ങനെ ഞാൻ എടപ്പാൾ ഒരു ജ്വല്ലറി ഇനോഗ്രേഷൻ പോയി, സുമേഷ് ഖാന്റെ ജ്വല്ലറി ഇനോഗ്രേഷൻ ഞാൻ പോയി. അത് 1-2 വർഷം മുമ്പാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ആ ഉദ്ഘാടനത്തിന് വിളിച്ച എന്റെ സുഹൃത്താണ് സവാദ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി. അതായത് ഉദ്ഘാടനത്തിന് വിളിച്ച ആളാണ്, എനിക്ക് ഓൾറെഡി അറിയുന്ന ആളാണ്. 2-3 ഫ്രണ്ട് സർക്കിൾ ത്രൂ എനിക്ക് അറിയുന്നത്. അല്ലാതെ ഞങ്ങൾ ഒരുപാട് തിക് ഫ്രണ്ട്സ് അല്ല, പക്ഷേ ഞാൻ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യണം. ഇന്നെ കാണുമ്പോൾ സ്ഥലം പറയുന്നത് ഞാൻ അങ്ങോട്ട് നല്ല രീതിയിൽ നിൽക്കുന്ന ഒരാളാണ് സവാദിന്റെ വ്യക്തി. അപ്പോൾ ഞാൻ എൻ്റെ കോൺടാക്ട് ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ എടുത്ത് ആകെ എടപ്പാളിലുള്ള ഒരു കോൺടാക്ട് സവാദ് എന്നുള്ള കോൺടാക്ട് അത് വന്നിരിക്കുന്നത് ഈ ജ്വല്ലറി ഉദ്ഘാടനത്തിന്റെ പേര് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ ഉദ്ഘാടനം പോയ സ്ഥലത്ത് അക്കൗണ്ട് ഉണ്ട്. അപ്പം അഭിനേതാവിന്റെ മാനേജർ തപ്പിയിട്ട് അക്കൗണ്ട് കിട്ടില്ല. ഇന്നെക്കാട്ടിലും ഹോൾഡുള്ളവരാണ് ഇവരൊക്കെ. നിങ്ങൾ ചിന്തിക്കണം, ഈ അഭിനേതാവിന്റെ മാനേജർമാരാണ്, പ്രൊഡക്ഷൻ ഹൗസ് ആണ്, ഇവർക്ക് അക്കൗണ്ട് തപ്പിയാണെങ്കിൽ കിട്ടും. പക്ഷേ എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് അക്കൗണ്ട് കിട്ടുന്നില്ല, ഞങ്ങൾക്ക് അക്കൗണ്ട് എങ്ങനെ തപ്പിയിട്ട് കിട്ടില്ല, അക്കൗണ്ട് തപ്പിയിട്ട് എങ്ങനെയെങ്കിലും പിടിച്ചോണ്ട. അങ്ങനെ ഞാൻ ഈ ഉദ്ഘാടന സവാദിനോട് കാര്യം പറഞ്ഞു, സവാദ് ഇങ്ങനെ കാര്യമുണ്ട്, ഒരു പൈസ ഇങ്ങനെ അക്കൗണ്ടിലേക്ക് വരും. അപ്പം ഇങ്ങനെ ചെയ്താൽ സവാദ് ആദ്യം പോയി. സവാദ് ആദ്യം പറഞ്ഞു ഞാൻ എനിക്ക് നല്ല പേടിയുണ്ട്, കാരണം എന്തിന്റെ പൈസ എങ്ങനെ നാളെ ഇതിന്റെ ചോദ്യം വരണം കാര്യങ്ങളൊന്നും എനിക്ക് ഡീൽ ചെയ്യാൻ കഴിയില്ല. അപ്പം സവാദ് കുറേ പിന്മാറാൻ ശ്രമിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ സവാദ് ഇല്ല, ഞാൻ ഇവരോട് ചോദിക്കേണ്ടി അഭിനേതാവിന്റെ മാനേജർമാരോട് ഇവരോടൊക്കെ ഞാൻ ചോദിക്കേണ്ടത് ഇത് പിന്നീട് ഒരു പ്രശ്നമാവോ? ഇല്ല, അത് ഇന്നത്തോടെ തീർപ്പാവില്ല, പിന്നീട് ഒരു പ്രശ്നമില്ല, കാര്യങ്ങളിൽ അത് വേഗം കൊടുത്തിട്ട് ഒഴിവാക്കി വിടാം, ഒരു ഡിലീറ്റ് ചെയ്യാൻ പറയും. ഇവർ പറയുന്നത് ഇത് പറഞ്ഞുള്ള വലിയ തെളിവാണ്. എൻ്റെ ഫോൺ ഞാൻ എവിടെയും കൊടുക്കാൻ ഞാൻ റെഡിയാണ്. അപ്പം ഇങ്ങനെ സവാദിന്റെ അക്കൗണ്ടിലേക്ക് എനിക്ക് തോന്നുന്നു 7 2 അക്കൗണ്ടിലേക്ക് വരികയാണ്. അപ്പം സവാദ് അക്കൗണ്ട് കൊടുത്തു എന്നല്ലാതെ എത്ര എമൗണ്ട് ഏകദേശം വരുന്നുണ്ട് എന്നുള്ള ബോധ്യം പോലും സവാദിനില്ലേനും. പൈസ വന്ന് നമ്മൾ സവാദിന് ഇത്ര പൈസ ഞാൻ ഇവിടെ കൊണ്ട് കൊടുക്കണം. അപ്പം പറയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എൻ്റെ കാസറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി വിളിക്കും. ഉപരി വിളിച്ചിട്ട് ഹക്കീം വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കും. അത് അതുപോലെ ഡീൽ കൊടുത്താൽ മതിയാണ്. അപ്പം എന്നോട് ഇവർ ഈ എൻ്റെ കാസറ്റ് എന്നുള്ള വ്യക്തി സവാദ് ഒരു സഹായം ചെയ്യാൻ നോക്കിയതാണ്, മൊത്തത്തിൽ പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അല്ലെങ്കിൽ സവാദിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്, സവാദ് നീയും ആനാൻഷിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഏതോ ഷോപ്പ് ഉദ്ഘാടനത്തിന് പോയപ്പോൾ ഉള്ള ബന്ധം മാത്രമാണല്ലേ? ആ ബന്ധത്തിന് പുറത്ത് ഇത്രയും വലിയ ട്രാൻസാക്ഷൻ നീ കൂട്ടി നിൽക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നിനക്ക് ബോധ്യമില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തായാലും ഇനിയെങ്കിലും നിനക്ക് ഇതിനൊരു പാടാവട്ടെ, അത്ര എനിക്ക് പറയാനുള്ളൂ. ബാക്കി പറഞ്ഞാലും പിന്നീട് ഞാൻ പറയട്ടെ, പൈസ കിട്ടിയതോടെ ഈ യുവതി എന്തുകൊണ്ട് സൈലന്റ് ആയി? ഹക്കീം പൈസ വാങ്ങി, ഈ യുവതി അതെന്തുകൊണ്ട് സൈലന്റ് ആയി എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്, അവൾക്ക് വേണ്ടത് പണമായിരുന്നു, അവൾക്ക് അത് കിട്ടി, അത്രയേ ഉള്ളൂ. ബാക്കി കേട്ടോക്കെ എന്തായാലും ഒരു ദിവസം ഞാൻ ഈ സിനിമ കൊടുത്തിട്ട് ഈ സിനിമയിൽ ഞാൻ 1 രൂപ വാങ്ങിയിട്ടില്ല. ഞാൻ എനിക്ക് തരായിട്ടില്ല. ഷെരീഫ് ഖാൻ എത്ര പ്രാവശ്യം പേപ്പറിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്താണ് പൈസ വാങ്ങി ഈ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയക്കുക, ഈ കാര്യങ്ങൾ അയക്കുന്ന എത്രയോ പ്രാവശ്യം എന്നോട് സിനിമക്കാർ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ പൈസക്ക് വേണ്ടിയിട്ട് ഇവിടെ സിനിമക്ക് വന്നല്ല. ഞാൻ എന്താ വെച്ചാൽ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ അഞ്ചമാരൊക്കെ പാൽവാർത്തി വരുമ്പോൾ കൈയ്യോട്ടലുണ്ട്. അപ്പം ഞാൻ വന്നാലും അഞ്ചമാരും കുട്ടികളൊക്കെ എങ്ങനെ കൈയ്യോട്ടുന്നത് അവർക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്കൊന്ന് എന്ത് ചെയ്യണം, അതൊന്ന് കാണണം. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് മാത്രം സിനിമയിൽ വന്ന വ്യക്തിയാണ്. കുറേ ആൾക്കാർ പറഞ്ഞു സിനിമാ ഭാവി നഷ്ടപ്പെടുമോ എന്ന് ആലോചിച്ച് പലതും ഒത്തുതീർപ്പാക്കി. സിനിമാ ഭായി അവിടെ നിൽക്കട്ടെ, നീ അതിനെ കുറിച്ച് കൺസേൺഡ് അല്ലല്ലോ. പക്ഷെ നിന്റെ ആ സിനിമയിൽ ആദ്യത്തെ അപ്പിയറൻസ് അതിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ഈ അടുത്ത കാലത്ത് ഇത്രത്തോളം ട്രോള് കിട്ടിയ ഒരു സിനിമാ കഥാപാത്രം വേറെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അമ്മാതിരി ട്രോളായിരുന്നല്ലോ അല്ലെ? എന്തായാലും നിന്റെ അനിയന്മാർക്ക് നിന്റെ ബിഗ് സ്ക്രീൻ പ്രസൻസ് നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ടാകുമെന്ന് തന്നെ കരുതുന്നു. എൻജോയ് ചെയ്യട്ടെ, അത്രയേ ഉള്ളൂ. ബാക്കി പറഞ്ഞാലും കുറ്റം ചെയ്ത് പറഞ്ഞ ആഘോഷമാക്കിയിട്ട് ഇതിലെ ഇപ്പൊ 10 സെക്കൻഡ് ഈ വീഡിയോ വ്യക്തമായിട്ടും കൃത്യമായിട്ടും മുഴുവനായിട്ട് കാണാതെ ഇപ്പോഴും സംഭവത്തിനെ കുറിച്ച് എന്ത് വ്യക്തമായും ശക്തമായും ഇതുവരെ നമ്മൾ കേട്ട കാര്യങ്ങളൊക്കെ തന്നെയല്ലേ നീ ഇപ്പോൾ വന്ന് പറയുന്നത്. ഇതിലിപ്പോ എക്സ്ട്രാ ആയിട്ട് നീ ഇപ്പൊ എന്താ പറയുന്നത്? നിന്റെ വേഷം മാത്രം. അതിലിപ്പോ പ്രത്യേകിച്ച് എക്സ്ട്രാ ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. നീ എന്തായാലും ബാക്കി പറ എഴുതാതെ. എനിക്ക് നൽകാനുള്ള ഡാറ്റ നൽകി ഞാൻ എൻ്റെ ഫോണുകൾ ഹാജരാക്കാൻ എല്ലാത്തിനും റെഡിയായി നിയമപരമായിട്ട് നേരിടാൻ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരു 15 സെക്കൻഡ് 35 സെക്കൻഡ് സാധനം എടുത്തിട്ട് ഞാൻ ഇതിൽ അങ്ങനെയാണെന്ന് പറഞ്ഞത് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ മേലേക്കോരിൽ മേലെ നല്ല മഴയുള്ള സമയമാണ്. പാടത്ത് നല്ല മറ്റേ ചെത്തിപ്പാടത്ത് നല്ല സൈഡിൽ പൂള കുത്തിയിട്ടുണ്ടാവും. മേലേക്കോരിലും ഇങ്ങനെ കയറിയിട്ട് പൂളണ്ട് കുത്തിക്കോളി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പൂള നമ്മൾ കുത്തിയാൽ മാത്രമേ പൂള വരത്തുള്ളൂ. നീയും കുത്തിയാലും ശരിയാകും മാനാനെ, നിനക്ക് അതിനുള്ള ആരോഗ്യമൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് പൂള കുത്തണമെന്നുണ്ടെങ്കിൽ നീ തന്നെ അങ്ങോട്ട് കുത്തിയാൽ മതി. ഉള്ള മണ്ടത്തിലൊക്കെ കാണിച്ചു വെച്ചിട്ട് ഇതോ വന്നിരുന്ന ഡയലോഗ് അടിക്കാണ് പൂള കൊത്തിക്കോളാൻ പോലും. ആ വർത്താനം ഞങ്ങൾ നിന്നോടാണ് പറയേണ്ടത്. ഈ മണ്ടത്തിനെന്തിനൊക്കെ പോകുന്നതിലും മേത്ത് നിനക്ക് പൂള കൊത്താൻ പോയിക്കൂടായിരുന്നു. അതാകുമ്പോൾ നിന്റെ ആരോഗ്യം നന്നാവും, കുറച്ച് കായ അങ്ങനെ ഉണ്ടാക്കാം. ഇതിപ്പോ നിനക്കുണ്ടായ മാനനഷ്ടം തന്നെ മെച്ചം. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും നല്ല രസമുണ്ട് പിന്നെ ന്യായീകരണങ്ങൾ കേൾക്കാൻ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിലേക്ക് പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.